കൊച്ചി വൈപ്പിൻ ദ്വീപ് നിവാസികളുടെ ദീർഘകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായി ഗോശ്രീ സ്വകാര്യ ബസ്സുകൾ നഗരപ്രവേശനം ചെയ്തു. പതിറ്റാണ്ടുകളായി കാത്തിരുന്ന യാത്രക്കാരുടെ ചിരകാല ആവശ്യമാണ് സഫലമാകുന്നത്. 4 സ്വകാര്യ ബസ്സുകളാണ് നഗരപ്രവേശനം ചെയ്തത്. ഇതുകൂടാതെ 10 KSRTC ബസ്സുകളും സർവീസ് നടത്തും. ഇതോടെ 14 ബസ്സുകൾ വൈപ്പിനിൽ നിന്ന് നഗരത്തിലേക്ക് സർവീസ് നടത്തും. 2004 ഗോശ്രീ പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നത്. അന്നു മുതലുള്ള വൈപ്പിൻ ജനതയുടെ ആവശ്യമായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം. കൊച്ചി നഗരത്തിലെ ചില റൂട്ടുകൾ ദേശസാൽക്കരിക്കപ്പെട്ടതിനാൽ ഗോശ്രീ പാലത്തിലൂടെയുള്ള ബസ്സുകൾക്ക് ഹൈക്കോടതി ജംഗ്ഷൻ വരെയായിരുന്നു യാത്രാനുമതി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ചുരുക്കം ചില KSRTC ബസ്സുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു വൈപ്പിൻ സ്വദേശികളുടെ യാത്ര. ഗോശ്രീ മനുഷ്യാവകാശ സമിതിയും ജനങ്ങളും കാലങ്ങളായി സമരം ചെയ്തും നിവേദനങ്ങൾ നൽകിയും നിരന്തരം ബസ് സർവീസിനു വേണ്ടി പോരാടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 5 ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് KSRTC ബസ്സുകൾക്ക് നഗരപ്രവേശനത്തിന്റെ ഭാഗമായുള്ള പെർമിറ്റ് നൽകിയത്. ബസ് സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ആദ്യഘട്ടമായി 10 വണ്ടി 28 ട്രിപ്പാണ് വെച്ചിരിക്കുന്നത് അല്ലേ. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, വൈറ്റില, കാക്കനാട്, എൻഫോ പാർക്ക്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തറ. ഇത് ഗുരുവായൂരിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ട്. കാരണം ഇവിടെ ഓപ്പറേറ്റിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്. മാളയിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 വണ്ടി, പറവൂരിൽ നിന്ന് 2 വണ്ടി, എറണാകുളത്ത് 2 വണ്ടി. നോർത്ത് പറവൂരിൽ നിന്ന് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. കാക്കനാട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഫോർട്ട് കൊച്ചി, വൈറ്റില, ലൂർദ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി.